സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പുളിഞ്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇത് പുളിഞ്ചോട് ബസ് സ്റ്റോപ്പാണ്. ഒറ്റപ്പാലത്തിന് അമ്പലപ്പാറ മുരുക്കുമ്പറ്റക്കൊക്കെ പോകുന്ന റോഡ്. ഇത് വലതുഭാഗത്തേക്ക് പോകുന്ന റോഡ് മർക്കസിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഈ റോഡിന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഇതുപോലെ ഒരു കട്ടിങ് കൂടി ഉണ്ട്. അവിടെയാണ് നമ്മുടെ സ്ഥലം. ഈ ഇടതുഭാഗത്തേക്കുള്ള റോഡിനോട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 9.25 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നമ്മൾ ഈ സ്ഥലം ഒരു വട്ടം വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ ഓണർ ഒരു അർജൻറ്റ് വിൽപ്പന ആയത് കാരണം നമുക്കൊരു വില കുറച്ച് കൊടുക്കാമെന്നുള്ളൊരു അറിയിപ്പ് തന്നത് കാരണമാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോ ഇടുന്നത്. ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ നേരെ മുന്നിലൊക്കെ വീടുകൾ തന്നെ കേട്ടോ. ഈ വലതു ഭാഗത്ത് കാണുന്ന ഈ സ്ഥലമാണ്. അതിൻ്റെ തൊട്ടന്നെ നമ്മൾ വേറൊരു വീടുണ്ട്. റോഡ് സൗകര്യമൊക്കെ ഉള്ള മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലമെത്തി. ഈ സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. 9.25 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ല പരന്ന ഭൂമിയാണ് കേട്ടോ. വീടുകളൊക്കെ വെക്കാൻ പറ്റിയ നിറയെ വീടുകളൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ കിടക്കുന്ന സ്ഥലമാണിത്. റോഡ് ഫ്രണ്ടേജൊക്കെ നല്ലോണം ഉള്ള സ്ഥലമാണ്. വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഒരു സെൻറ്റിന് 1,60,000 രൂപയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ അവരൊരു 1,40,000 ഒരു സെൻറ്റിന് 1,40,000 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡി പൈസ ആയിട്ട് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് വാങ്ങിയിട്ടാൽ വീട് വെക്കുന്നവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. ഈ സ്ഥലത്തിൻ്റെ 4 പുറം വീടുകളാണ്. അതുപോലെ വെള്ള സൗകര്യത്തിനൊക്കെ യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയയാണ്. കിണർ കുഴിച്ചാലും കിട്ടും. എങ്ങനെ നോക്കിയാലും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഒറ്റപ്പാലം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വെറും 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ദൂരം വരുള്ളൂ. ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ LP സ്കൂൾ, UP സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ പള്ളി, മദ്രസ, പിന്നെ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, എല്ലാ സൗകര്യമുള്ള ഒരു ഏരിയയിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് കേട്ടോ. ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക.